ഒരു കാലത്ത് ജൂത ജനതയോട് ഹിറ്റ്ലറുടെ ജർമ്മൻ നാഷണൽ സോഷ്യലിസം ചെയ്തത് എന്താണോ അത് ആവർത്തിക്കാനുള്ള ഐഡിയോളജിക്കൽ പൊട്ടൻഷ്യൽ ആധുനിക കാലത്ത് ഇസ്ലാമിസത്തിനുണ്ട്. യൂറോപ്പിൽ ജൂത ജനതയ്ക്കെതിരെ നിലനിന്നിരുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വെറുപ്പിന്റെ ഫലമായിരുന്നു ഹോളോകോസ്റ്റ്. ദ ഡെവിൾസ് അരിത്മെറ്റിക് എന്ന സിനിമ 1999 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ ടെലിവിഷൻ സിനിമയാണ്. ജൂത കൂട്ടക്കുരുതിയെക്കുറിച്ച്, ഹോളോകോസ്റ്റിനെ കുറിച്ച് ഞാൻ കണ്ട സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണത്. ഒരു പക്ഷേ എന്നെ ഏറെ അസ്വസ്ഥനാക്കിയ ഹോളോകോസ്റ്റ് സിനിമയും അത് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ജെയിൻ യോളൻ എഴുതിയ ദ ഡെവിൾസ് അരിത്മെറ്റിക് എന്ന നോവലിൻ്റെ ഒരു സിനിമ ആവിഷ്കാരമാണ് ആ സിനിമ. സംവിധാനം ചെയ്തത് ഡോണ ഡേച്ച് എന്ന സംവിധായികയാണ് അത് സംവിധാനം ചെയ്തത്. ഒരു ചരിത്ര ഫാൻറ്റസി സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ഹന്ന സ്റ്റേൺ എന്ന ഒരു അമേരിക്കൻ ജൂയിഷ് പെൺകുട്ടിയാണ് അതിലെ കേന്ദ്ര കഥാപാത്രം. ഒരു പാസ് ഓവർ ചടങ്ങിനിടയിൽ അവൾ 1941 പോളണ്ടിലെ ഒരു ഗ്രാമത്തിലേക്ക് പിന്നോട്ട് യാത്ര ചെയ്യുന്നതാണ് സിനിമയുടെ ഒരു കഥാസാരം. അവൾ അവിടെ ഛായ എന്ന പെൺകുട്ടിയായി മാറുന്നു. അവളടക്കമുള്ളവരെ നാസികൾ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ഹന്ന റിവ്ക എന്ന മറ്റൊരു പെൺകുട്ടിയുമായി അവൾക്ക് ദൃഢമായ ഒരു ബന്ധം സ്ഥാപിക്കുന്നു. അവസാനം റിവ്കയെ രക്ഷിക്കാൻ ഹന്ന സ്വന്തം ജീവൻ തന്നെ ബലിയർപ്പിക്കുന്നു. മരണം സംഭവിക്കുന്ന നിമിഷം അവൾ വീണ്ടും ഇപ്പോഴത്തെ ലോകത്തേക്ക് തിരികെ വരുന്നു. ഇതാണ് ആ സിനിമയുടെ കഥ. ഈ സിനിമയെ ഇപ്പോൾ ഓർക്കാൻ കാരണമുണ്ട്. പാശ്ചാത്യ ലോകത്തെ പല രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് ബ്രിട്ടനിൽ ജൂതവിരോധം അഥവാ ആൻറ്റിസെമിറ്റിസം ഇന്ന് വളരെ വ്യാപകമാണ്. അടുത്ത കാലത്ത് ആ രാജ്യങ്ങളിലുണ്ടായ നിരവധി ജൂതവിരോധ സംഭവങ്ങളെക്കുറിച്ചുള്ള വാർത്തകളിൽ നിന്നും മനസ്സിലാവുന്നത് അതാണ്. ഇസ്രായേലിലെ 1200 പേർ മൃഗീയമായി കൊല്ലപ്പെടുകയും 250 പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്ത ഒക്ടോബർ 7 ഭീകരാക്രമണത്തിന് ശേഷം പാശ്ചാത്യ ലോകത്ത് പൊതുവിലും ബ്രിട്ടനിൽ പ്രത്യേകിച്ചും ജൂതവിരോധത്തിൻ്റെ ടെമ്പറേച്ചർ വളരെയധികം കൂടിയിട്ടുണ്ട്. ഈ ജൂതവിരോധത്തെ വ്യാപകമാക്കിയതിനുള്ള ഒരു കാരണം ജൂതവിരോധം സാമൂഹ്യമായി തന്നെ വളരെ ആഴത്തിൽ നിലനിൽക്കുന്ന മിഡിൽ ഈസ്റ്റിൽ നിന്നും മറ്റ് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുമുള്ള അനിയന്ത്രിതമായ കുടിയേറ്റമാണ്. അടുത്ത കാലത്ത് മാഞ്ചസ്റ്റർ നഗരത്തിലെ ഹീറ്റൺ പാർക്ക് സിനഗോഗിൽ യോം കിപ്പൂർ ദിനത്തിൽ 2 ജൂതന്മാരാണ് കൊല്ലപ്പെട്ടത്. ബ്രിട്ടനിൽ ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ള 2ാമത്തെ നഗരമാണ് മാഞ്ചസ്റ്റർ. 35 വയസ്സുകാരനായ ജിഹാദ് അൽ ഷാമി എന്ന സിറിയൻ വംശജനായ ബ്രിട്ടീഷ് പൗരനാണ് കൊല നടത്തിയത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പോലീസ് അയാളെ വെടിവെച്ചു കൊല്ലുകയും ചെയ്തു. അതിന് ശേഷം ലണ്ടൻ നഗരത്തിലുള്ള 2 സിനഗോഗുകളും ആക്രമിക്കപ്പെട്ടു. ഈ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുന്നോട്ട് വന്നത് പുതിയ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പാണ്. അതിൻ്റെ പേര് ഹർക്കത്ത് അഷാബ് അൽ യാമിൻ അൽ ഇസ്ലാമിയ എന്ന ഗ്രൂപ്പാണ്. കനഡ ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ച ഈ പബ്ലിക് സേഫ്റ്റി കാനഡ എന്ന ലിസ്റ്റിൽ ഏകദേശം 90ഓളം ടെററിസ്റ്റ് സംഘടനകളുടെ പേരുണ്ട്. അതിൽ ഏകദേശം 60ഉം ഇസ്ലാമിസ്റ്റ് ഭീകര സംഘടനകളാണ്. അവയിൽ ഹർക്കത്ത് എന്ന് പേരുൾപ്പെടുന്ന 2-3 സംഘടനകളുണ്ട്. നമുക്ക് പരിചയമുള്ള ഉദാഹരണത്തിന് ഹർക്കത്തുൽ മുജാഹിദീൻ. ആ ലിസ്റ്റിൽ പക്ഷേ ഹർക്കത്ത് അഷാബ് അൽ യാമിൻ അൽ ഇസ്ലാമിയ എന്ന ഈ പുതിയ ഗ്രൂപ്പില്ല, അതിൻ്റെ പേരില്ല. കാരണം ഇതൊരു പുതിയ ഗ്രൂപ്പാണ്, ഇറാൻ അനുകൂല ഗ്രൂപ്പാണിത്. ചില എക്സ്പേർട്ടുകൾ ഈ ഗ്രൂപ്പിൻ്റെ ടെററിസത്തെ ഗിഗ് ഇക്കോണമി ടെററിസം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഗിഗ് ഇക്കോണമി എന്നാൽ കുറച്ചു കാലത്തേക്ക് ഒരു പ്രോജക്റ്റ് അടിസ്ഥാനത്തിലുള്ള താൽക്കാലിക ജോലികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു തൊഴിൽ സംവിധാനമാണ്. ഇവ സാധാരണയായി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി ലഭ്യമാകുന്നതാണ്. ഉദാഹരണത്തിന് നമുക്കറിയാം ഊബർ, സൊമാറ്റോ പോലുള്ള ഈ പ്ലാറ്റ്ഫോമുകൾ. ഈ ഹർക്കത്ത് അഷാബ് അൽ യാമിൻ അൽ ഇസ്ലാമിയ എന്ന സംഘടനയ്ക്ക് ഇറാൻ ഭരണകൂടവുമായി ആഴത്തിൽ സംഘടനാപരമായോ പ്രത്യയശാസ്ത്രപരമായോ
ബന്ധമില്ലാത്ത വ്യക്തികളെ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നിയമിക്കുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ഈ ഗിഗ് ഇക്കോണമി ടെററിസം കൊണ്ട് ഈ എക്സ്പേർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അറസ്റ്റ് ചെയ്യപ്പെട്ടവരൊന്നും ഇറാനികളല്ല എന്നത് ഇവിടെ പ്രധാനമാണ്. ഞാൻ പറഞ്ഞത് ഇംഗ്ലണ്ടിൽ ഹർക്കത്ത് അഷബ് അൽ യാമിൻ അൽ ഇസ്ലാമിയ ഉത്തരവാദിത്തം ഏറ്റെടുത്ത മറ്റൊരു ഭീകരാക്രമണമാണ് മാർച്ച് 23-ന് വടക്കൻ ലണ്ടനിൽ ഹത്സല ജൂയിഷ് എന്ന ഒരു ചാരിറ്റിയുടെ 4 ആംബുലൻസുകൾ കത്തിച്ച സംഭവം. അതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരും ഇറാനികളല്ല. 20 വയസ്സ്, 19 വയസ്സ്, അതുപോലെ തന്നെ മൈനർ ആയ പയ്യന്മാരാണ് അതിൽ അറസ്റ്റിലായത്. ഈ ജൂത വിരോധ ഭീകരാക്രമണത്തിൻ്റെ ശൈലിയിൽ മാത്രമല്ല ഇന്ന് മാറ്റം വന്നത്. ജൂത വിരോധത്തിനുള്ള കാരണങ്ങൾക്ക് തന്നെ ചരിത്രത്തിൽ ഒരുപാട് മാറ്റമുണ്ടായിട്ടുണ്ട്. ആൻറ്റിസെമിറ്റിസം എന്നത് ഷേപ്പ് ഷിഫ്റ്റിംഗ് ആണ് എന്ന് പറയാറുണ്ട്. ഓരോ കാലത്തിനനുസരിച്ച് ജൂതനെ വെറുക്കാൻ എന്തെങ്കിലും കാരണമുണ്ടാവും. ക്യാപിറ്റലിസ്റ്റ് ആയതിന്, കമ്മ്യൂണിസ്റ്റ് ആയതിന് ഒക്കെ ജൂതൻ വെറുക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ജൂത വിരോധത്തെ ഡ്രൈവ് ചെയ്യുന്നത് ജൂതന്മാർക്ക് അവരുടെ പുരാതന പ്രദേശത്ത് ഒരു രാജ്യമുണ്ടാക്കാനുള്ള അവകാശം ഉയർത്തിപ്പിടിച്ചതിനാണ്. ഗാസയിലെ കുട്ടികളെ കൊല്ലുന്ന ജൂതന്മാർ എന്നത് പഴയ ഒരു ജൂതവിരോധത്തിൻ്റെ ആധുനിക പതിപ്പാണ്. പണ്ട് ബ്ലഡ് ലിബൽ ആയിരുന്നു ജൂതന്മാർക്കെതിരെ പറഞ്ഞിരുന്നത്. ചില ജൂത ചടങ്ങുകളിൽ ക്രിസ്ത്യാനികളുടെ കുട്ടികളുടെ രക്തം ജൂതന്മാർ കുടിക്കാറുണ്ടായിരുന്നു എന്നതാണ് ഈ ബ്ലഡ് ലിബൽ എന്നത്. ബ്രിട്ടനിലെ പല നഗരത്തിലും വ്യാപകമായ ജൂതവിരോധത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ ബ്രിട്ടീഷ് ഹോം സെക്രട്ടറി എന്നാണ് അവിടെ പറയുക, ഷബാന മഹമൂദ് പറഞ്ഞ വാക്കുകൾ മാത്രം മതി. അവർ പറഞ്ഞത് ഞാൻ വായിക്കാം. Today, Jews in this country are being forced to live a smaller life. They are hiding the signs of their faith. They are fearful as they send their children to school or even when they attend a hospital appointment. And of course, they attend synagogues that require physical security. അവർ പറയുന്നത് ഇതാണ്: ഇന്ന് ബ്രിട്ടനിലെ ജൂതന്മാർ ഒരു ചെറിയ ജീവിതം നയിക്കാൻ നിർബന്ധിതരാകുന്നു. അവർ അവരുടെ വിശ്വാസത്തിൻ്റെ അടയാളങ്ങൾ മറച്ചു വെക്കുന്നു. അവർ തങ്ങളുടെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുവാൻ ഭയപ്പെടുന്നു. അല്ലെങ്കിൽ അവർ ഒരു ആശുപത്രി അപ്പോയിൻറ്റുകൾ പങ്കെടുക്കാൻ പോലും ഭയപ്പെടുന്നു. തീർച്ചയായും സുരക്ഷ ആവശ്യമുള്ള സിനഗോഗുകൾ മാത്രം അവർക്ക് പങ്കെടുക്കേണ്ടി വരുന്നു. ആംബുലൻസുകൾ കത്തിച്ച സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ഷബാന മഹമൂദ് ഇത് പറഞ്ഞത്. ബ്രിട്ടനിൽ ജൂതവിരോധത്തിന് എതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് 7 മില്യൺ പൗണ്ടാണ് അവർ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ വ്യാപകമായ ജൂതവിരോധത്തെ പ്രചോദിപ്പിക്കുന്നതിന് അവിടുത്തെ സ്വതന്ത്ര മാധ്യമങ്ങളുടെ പങ്കും ചെറുതല്ല. ഇസ്രായേൽ വിരുദ്ധ നെറേറ്റീവ് സൃഷ്ടിക്കുന്നതിൽ BBC പോലുള്ള മാധ്യമങ്ങൾക്ക് നല്ല പങ്കുണ്ട് എന്ന് പറയാതെ വയ്യ. ഹമാസിനെതിരെയുള്ള യുദ്ധത്തിലും ഇപ്പോൾ ഹെസ്ബുള്ളക്കെതിരെ നടക്കുന്ന യുദ്ധത്തിലും കണ്ടത് അല്ലെങ്കിൽ കാണുന്നത് ഈ ആഖ്യാന നിർമ്മിതിയാണ്. ദ ഡെവിൾസ് അരിത്മെറ്റിക് പോലുള്ള ഹോളോകോസ്റ്റിനെ ആസ്പദമാക്കിയുള്ള സിനിമകൾ കണ്ടിരുന്ന കാലത്ത് ഞാൻ കരുതിയത് ഇനിയൊരിക്കലും ഒരു ഹോളോകോസ്റ്റ് ഉണ്ടാവില്ല എന്നായിരുന്നു. എന്നാൽ ഇന്ന് പാശ്ചാത്യ നഗരങ്ങളിൽ നിന്ന് വരുന്ന ജൂതവിരുദ്ധ ആക്രമണങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ പറയുന്നത് മറിച്ചാണ്. ഒരു കാലത്ത് ജൂത ജനതയോട് ഹിറ്റ്ലറുടെ ജർമ്മൻ നാഷണൽ സോഷ്യലിസം ചെയ്തത് എന്താണോ അത് ആവർത്തിക്കാനുള്ള ഐഡിയോളജിക്കൽ പൊട്ടൻഷ്യൽ ആധുനിക കാലത്ത് ഇസ്ലാമിസത്തിനുണ്ട്. യൂറോപ്പിൽ ജൂത ജനതയ്ക്കെതിരെ നിലനിന്നിരുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വെറുപ്പിൻ്റെ ഫലമായിരുന്നു ഹോളോകോസ്റ്റ്. ഇന്ന് ആ വെറുപ്പിനെ ഊതി കത്തിക്കുന്നത് ഇസ്ലാമിസവും അതിന് ഉത്സാഹം പകരുന്ന ലെഫ്റ്റുമാണ്, ഇടതുപക്ഷവുമാണ്.